കളിയന്മാരെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ഒരു കുളത്തിൽ ചൂണ്ടാൻ വേണ്ടിയിട്ട് വന്നുള്ളതാണ്. കാരണം പുഴയിലൊന്നും ചൂണ്ടിയിട്ട് ഒരു സാധനം കിട്ടുന്നില്ല. അപ്പോൾ ഒരു 14 നമ്പർ ഹുക്ക് വെച്ചിട്ടാണ് നമ്മൾ പടക്കാൻ പോണത്. നമ്മളെപ്പോഴും ഒരു പെട്ടി കുളത്തെ എല്ലാ കുളത്തും വാങ്ങിച്ചേ കൂട്ടാം. കാരണം നമ്മൾ പുഴയ്ക്ക് ഈ ഒരെണ്ണം 2 വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ കുളത്തൊക്കെ കെട്ടി സെറ്റാക്കുമ്പോഴത്തേനും നന്നായി മീൻ വെട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഇട്ടിട്ടാണ് നമ്മൾ പടക്കാൻ പോകുന്നത്. സംഭവം ചാണാപ്പുഴു തെങ്ങുംപുഴു എന്നൊക്കെ പറയും. കാണാൻ ഒരു ലുക്കില്ല എന്നുള്ളൂ. സംഭവം ഭയങ്കര സംഭവം ഉണ്ടാ. എരനെക്കാട്ടിയൊക്കെ നീറ്റ് സാധനമാണ്. അപ്പോൾ സാധനം കുത്തി അങ്ങോട്ട് നമുക്ക് എറിഞ്ഞ് നോക്കാം. എന്തുട്ടാ കൊത്തനെ നോക്കാം. എന്തായാലും ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ 90% മീൻ കിട്ടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. നമ്മൾ ചൂണ്ടിലൊക്കെ എറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൊത്തനെ വെയിറ്റ് ചെയ്യാം. എന്തോ കൊത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓടിച്ചെന്ന് സാധനം പിടിച്ച് വലിക്കാനുള്ള തത്രപ്പാടിലാണ്. ഓടട്ടെ. ആ വലി കൊണ്ടുണ്ട് കേട്ടോ. ബ്രാലാണ് സാധനം. ചാടി മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. വരവൊക്കെ കണ്ടാൽ വിചാരിക്കും ഭയങ്കര വലുതെന്ന്. എന്തുട്ടായാലും വേണ്ടിയില്ല. നാളെ ചൂണ്ടാൻ പോയിട്ട് കിട്ടിയതിനെക്കാട്ടിയും വലുപ്പമുള്ള ബ്രാലാണ്. ആ കാര്യത്തിൽ നമ്മൾ ഒരുപാട് സന്തോഷമാണ്. കുഴപ്പമില്ലാത്തൊരു സൈസ് ബ്രാല് അടുത്ത കൊത്തിണ്ട് കേട്ടോ. അപ്പോൾ വഴിക്ക് നമുക്കിങ്ങനെ ബ്രാല് കൊത്തി കൊണ്ടിരിക്കണം. നല്ല അടിപൊളിയായിട്ട് കുളത്ത് കയറുന്നുണ്ട്. അപ്പോൾ 2 കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരെണ്ണം ചാകുമ്പളത്തിനടുത്ത് കിട്ടി. ഇനി അടുത്തെന്തോ കൊത്തിണ്ട്. പിടിച്ച് വലിച്ചു നോക്കാം. വലിയൊക്കെ കാണുമ്പോൾ സ്രാവ് പോലെ തോന്നും. സ്രാവ് ഒന്നല്ല, ചെറിയ ബ്രാലുകളാണ്. ഓലയുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന കാരണമാണ് ഇത്ര വെയിറ്റ് തോന്നിയത്. ഒക്കെ നമുക്ക് ഈ ചാണാപ്പുഴ കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കണത്. എല്ലാ പ്രാവശ്യം ബൈറ്റ് കുത്തണ കാണിക്കാനാണ്. ഭയങ്കര പടക്കലാണ് പടക്കുന്നത്. കുളത്ത് നമ്മളെ കൈമ കയറിന. എന്തായാലും വേണ്ടിയില്ല. ഞാൻ അടുത്ത മീനെ എത്രയും പെട്ടെന്ന് നമുക്ക് പൊക്കണം. നാളെ എന്തായാലും ഒരു ലോഡ് ചാണാപ്പുഴയിട്ട് വരണം. അടുത്ത ഇട്ടപ്പോഴത്തേനും കൊത്തിയത് നമുക്ക് ആ സ്ട്രൈക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു വെറൈറ്റി സാധനമാണ്. പിലോപ്പിയാണ് ഐറ്റം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് പിലോപ്പിയാണ്. ഈ സൈസ് പിലോപ്പി ഒരു 2 കിട്ടിക്കഴിഞ്ഞാൽ പൊരിക്കാനും വറക്കാനും കറി വെക്കാനൊക്കെ ആവൂട്ടാ. ഇതിനെന്തായാലും നമ്മളിന്ന് ഒരാൾക്കും കൊടുക്കില്ല. കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ ചുട്ടിഞ്ഞു. നമ്മൾ ആദ്യം കിട്ടുന്ന മീൻ നമ്മൾ തിന്നിട്ടേ ബാക്കി ആർക്കും കൊടുക്കുള്ളൂ. എന്തായാലും വേണ്ടിയില്ല. ഇതിനെ നമുക്കൊന്നുപോലെ ഗ്രില്ല് ചെയ്യുക, അല്ലെങ്കിൽ പൊള്ളിക്കാട്ടാ. നല്ല സ്ട്രോങ് ആയിട്ട് കുളത്ത് കയറികൾ അത്യാവശ്യം വലിപ്പുള്ള സൈസ് ഉണ്ടാ. അങ്ങനെ നമ്മൾ ചൂണ്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ കാണിച്ചു തരാട്ടാ. ചൂണ്ടാൻ പോയിട്ട് ആകെ 1.5 മണിക്കൂറായിട്ടുള്ളൂ. കിട്ടിയ മീനുകൾ കാണിച്ചു തരാട്ടാ. 1 2 3 4 5 ഒരേ തറവാട്ടി പറഞ്ഞ ആൾക്കാരാ. 6 വേറൊരു മുതലാട്ട കിട്ടിയില്ല. ഫിലോപ്പിയാണ് കിട്ടിയത്. നല്ല നാടൻ ബ്രാലാണ്. അല്ലാണ്ട് പെല്ലറ്റും മല്ലറ്റും ഒന്നല്ല കേട്ടാ. നാടനാണ്. നല്ല നാടൻ ബ്രാല്. മരിച്ചുപോയി. ഇന്നൊരു ഫിലോപ്പിയ ലാപ്പിയ നോക്കിയ വലിപ്പം എന്താ ചാതി ഫിലോപ്പിയ കേട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് അടിച്ച് വെറുപ്പിക്കുക. ഓക്കെ, ടാറ്റ.